ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ എംഎൽഎ എ.വി. ഗോപിനാഥ് ചുമതലയേറ്റു. ചെയർമാനായിരുന്ന ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗമായിരുന്ന വി.ജി. രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് സിപിഎമ്മിലെ എ.വി. ഗോപിനാഥ്, സിപിഐയിലെ എം.യു. ഷിനിജ എന്നിവരെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾക്ക് താൽക്കാലികമായി തയ്യാറാക്കിയ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ രാവിലെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ എം.ജി. രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. എൻ.കെ. അക്ബർ എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ കെ.കെ. ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ എം. കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ പൂച്ചെണ്ട് നൽകിയും പൊന്നാട ചാർത്തിയും അനുമോദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവസ്വം ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്ന ഗോപിനാഥിനെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കാലാവധി പൂർത്തിയാകാൻ 9 ദിവസം മാത്രം ശേഷിക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ വി.കെ. വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 9 അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. സിപിഐ പ്രതിനിധി കെ.പി. വിശ്വനാഥന്റെ കാലാവധി 13-ന് അവസാനിക്കും. പാലക്കാട് സ്വദേശിയായ എ.വി. ഗോപിനാഥ് ആലത്തൂർ മുൻ എംഎൽഎയാണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എം.യു. ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. എം.എ. ബി.എഡ് ബിരുദധാരിയായ ഷിനിജ ചാപ്പാറ ഓറ എ.ഡി.എഫ്.ഐ സ്കൂളിൽ അധ്യാപികയായിരുന്നു. 2020-23 കാലയളവിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ അംഗത്തെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വനിതാ ദിനത്തിലാണെന്നതും പ്രത്യേകതയായി.